Hey guys, welcome back to our YouTube channel WOLO. We only live once. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റീമോൾ ആന്റി ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മുടെ ക്രിസ്മസ് സീരീസിൽ നമുക്കൊരു വെരി സ്പെഷ്യൽ ഷുഗർ കുക്കീസ് ഉണ്ടാക്കി തന്ന നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് റീമോൾ ആന്റി വേറൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് വന്നേക്കുന്നത്. നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. അപ്പൊ ആന്റി നമ്മൾ എന്തായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക്. എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. പറ്റിങ് നിങ്ങൾ എന്റെ കസ്റ്റമേഴ്സും ഇത് എന്നെ അറിയുന്ന കുറെ ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. എന്റെ കുട്ടികള് ഞാൻ ഉണ്ടാക്കി കൊടുത്ത എന്റെ കുറെ കുട്ടികളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് അല്ലെ, കുറെ കുട്ടികളായിട്ടുള്ളവരാണ്. അവരൊക്കെ ഇത് ഉണ്ടാക്കുക, ഫീഡ്ബാക്ക് ചെയ്യും. അപ്പം ഞങ്ങള് റീമോൾ ആന്റിയെ വിളിച്ചപ്പോ തന്നെ റീമോൾ ആന്റി പറഞ്ഞത് ഇവൻ കൊച്ചു പിള്ളേർക്ക് പോലും ഇത് ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ റെസിപ്പിയിലേക്ക് ഒന്ന് പോയി നോക്കാം. പക്ഷെ എന്തുകൊണ്ടാന്നറിയാം ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാം. കാരണം ഞാൻ പിള്ളേർക്കല്ലേ കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അവരെ കെയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും, ലുലുവിൽ കിട്ടും, എല്ലാ സമയത്തും കിട്ടാറില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ബട്ടർ മിൽക്കിന്റെ. അതിന് എനിക്ക് വേണ്ടത് കുറച്ച് പാലെടുക്കുക, അതിൽ ഫുൾ ഫാറ്റ് തൈര്. പല ടൈപ്പ് ഉണ്ടാക്കാം, ഞാൻ എൻ്റെ വേർഷനാണ് ഇവിടെ പറയണത് കേട്ടോ. ഇതൊരു തിക്കായിട്ട് വരണം. ചോക്ലേറ്റ് കേക്കിന് വേണ്ട സാധനങ്ങളാണ് മൈദ, കൊക്കോ പൗഡർ, ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ച് അത് മാറ്റി വയ്ക്കുക. ഇനി വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബട്ടർ മിൽക്ക്, ഹോം മെയ്ഡ് ബട്ടർ മിൽക്ക്, എഗ്ഗ്, ഓയില്, ഹോട്ട് വാട്ടർ. ഇതിന്റെയൊക്കെ അമൗണ്ട്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിടാം. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ എഴുതിയും കാണിക്കാം. ഓക്കെ, നമുക്കിതിനെ അരിച്ചെടുക്കാം. ഇതിന് മറ്റേ വാനില അങ്ങനത്തെ കേക്കുകളെ പോലെ 2-3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് നമ്മൾ ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അതിൻ്റെ ചിലപ്പോൾ ഡയറക്റ്റ് ഇടുന്നവരുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം സേവ് ചെയ്താൽ നല്ലത്, അത്രയേ ഉള്ളൂ. പഞ്ചസാര ഇടുവാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ടോ. ഹാഫ് കപ്പ് ബട്ടർ മിൽക്ക്, 1/4 കപ്പ് ഓയില്, മിക്സ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഭയങ്കര ഓവർ ബീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന്. ഇനി നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഡ്രൈയുടെ കൂടെയിട്ട് മിക്സ് ചെയ്യാമേ. ഇതിനകത്തോട്ട് ഇനി നമ്മൾ 1/2 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുവാണ്. അത് ഇളക്കുന്ന സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പാൻ നമ്മൾ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും ഇട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ ഓവനിൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് അത് കരിയാനുള്ള ഇത് വരും. ഓവർ ഇത് വന്നാലും പ്രശ്നമാണ്. കറക്റ്റ് ടെമ്പറേച്ചർ എപ്പോഴും ഫോളോ ചെയ്യുക. ചെറിയത് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് ടൈം അപ്പം ഇതെടുക്കും. അല്ലെങ്കിൽ എപ്പോഴും അത് ഒരു പ്രശ്നം തന്നെയാണ് ഓവൻ. അതെപ്പോഴും ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒരു വൈഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ടൈമർ ചിലർക്ക് അത് ഇതാവില്ല. അപ്പോൾ ടൈമർ നമ്മൾ അകത്ത് വെച്ച് അതിൻ്റെ ചെക്ക് ചെയ്യുക, അതിൻ്റെ ടൈമൊക്കെ ചെക്ക് ചെയ്ത് വെച്ചാൽ. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഓവനിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ നോക്കി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ബാറ്റർ ഇതിൽ വെച്ചു നമ്മളിത്
പാനിലേക്ക് ഒഴിക്കുക. ഒരിക്കലും ബാക്കി വന്നെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് തേക്കുക ഒന്നും ചെയ്യരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേക്ക് ഉയർന്നു വരുമ്പോൾ അവിടെയൊക്കെ ഷേപ്പ് ലെസ്സായി പോകും കേക്ക്. ബാക്കി ഒരിക്കലും ഈ ഒരു ഇതിൽ തന്നെ ഇരിക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കാണ്ട് കറക്റ്റ് അതിലോട്ട് ഇങ്ങനെ പിടിച്ച് തേക്കുക. ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. ഈ ഇതിൽ വെക്കുക, ടാപ്പ് ചെയ്യുക. അപ്പം ഇതിന് എയറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതാക്കുക. കാരണം എല്ലാതും ഇങ്ങനെ പിടിച്ച് തട്ടാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഒരെണ്ണൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇതിന് കുഴപ്പമില്ല, കുറച്ചും കൂടി വാട്ടറി ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ള കേക്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യും വേണം. ഒരു ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്താൽ നമുക്ക് ലെവൽ ചെയ്തിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് കമ്പ്ലീറ്റ് വരും. അപ്പം നമുക്കിത് കഴിക്കാനായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യേണ്ടി വരും. അത്രയും പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. ഇനി നമ്മൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് വെച്ച് 35 മിനിറ്റ്. നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സിനായിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അതിൽ 5 more minutes വെക്കാം. അത് ടൂത്ത്പിക്ക് വെച്ച് സെന്ററിൽ കുത്തി നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ കേക്ക് ഡീമോൾഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം തണുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചാടുന്നു. ഇനി നിങ്ങൾ കഴിക്കും. അടിപൊളി, വയലിട്ട് അലിഞ്ഞു പോകുന്നു. വേണം ഓഫ് നീ കഴിച്ചു നോക്കുവാ. അപ്പോൾ റീമോൾ ആൻറ്റിയുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. See you in the next video. Bye.